19-ാം നൂറ്റാണ്ടിൽ മക്കയിൽ ജീവിച്ചിരുന്ന മഹാനായ ഷാഫിഈ പണ്ഡിതനാണ് അല്ലാമ സൈനി ദഹ്ലാൻ റഹ്മത്തുള്ളാഹി അലൈഹി. അക്കാലത്തെ ലോകപ്രസിദ്ധരായ പല പണ്ഡിതന്മാരുടെയും ഉസ്താദായിട്ടുള്ള മക്കയിലെയും മദീനയിലെയും ഒക്കെ ഷാഫിഈ മദ്ഹബിലെ മുഫ്തിയായിരുന്ന അദ്ദേഹത്തിന്റെ അദ്ദുററുസ്സനിയ്യ ഫി റദ്ദി അലൽ വഹാബിയ്യ എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിന്റെ 112-ാമത്തെ പേജിൽ വഹാബിസത്തിന്റെ ഉപജ്ഞാതാവായിട്ടുള്ള മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പറ്റി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹത്തിന്റെ ഉസ്താദുമാരും പിതാവും ഒക്കെ അദ്ദേഹം പിഴച്ചു പോകുമെന്ന് പ്രവചിച്ചിരുന്നു എന്ന് പറഞ്ഞ ശേഷം അദ്ദേഹം പറയുകയാണ്, വഖദ അഖൂഹു സുലൈമാൻ ബിൻ അബ്ദുൽ വഹാബ്, അപ്രകാരം തന്നെ അദ്ദേഹത്തിന്റെ സ്വന്തം സഹോദരനായിട്ടുള്ള ഷെയ്ഖ് സുലൈമാൻ ബിൻ അബ്ദുൽ വഹാബ് എന്നവരും അദ്ദേഹത്തെ വിമർശിച്ചിരുന്നു, അദ്ദേഹം പിഴച്ചു പോകുമെന്ന് പറഞ്ഞിരുന്നു. സുലൈമാൻ ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്നവർ അക്കാലത്തെ പ്രസിദ്ധനായ ഹംബലി പണ്ഡിതനാണ്. ഹംബലി മദ്ഹബിൽ സ്വീകാര്യനായിട്ടുള്ള അക്കാലത്തെ പ്രസിദ്ധനായ പണ്ഡിതനായിരുന്നു അദ്ദേഹം. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ സഹോദരനായിട്ടുള്ള സുലൈമാൻ ബിൻ അബ്ദുൽ വഹാബ് എന്നവർ. ശേഷം മഹാനായ അല്ലാമ സൈനി ദഹ്ലാൻ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്, അന്നഹു അല്ലഫ കിതാബൻ ഫി റദ്ദി അലൈഹി. മഹാനായ ഷെയ്ഖ് സുലൈമാൻ ബിൻ അബ്ദുൽ വഹാബ് എന്നവർ തന്റെ സഹോദരനായിട്ടുള്ള മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ റദ്ദ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ ഗണ്ണിച്ചുകൊണ്ട് ഒരു ഗ്രന്ഥം തന്നെ രചിച്ചിട്ടുണ്ട്. ഇക്കാണുന്ന അസ്സവാഇഖുൽ ഇലാഹിയ്യ ഫി റദ്ദി അലൽ വഹാബിയ്യ എന്ന് പറയുന്ന ഈ ഗ്രന്ഥമാണ് ഷെയ്ഖ് സുലൈമാൻ ബിൻ അബ്ദുൽ വഹാബ് എന്നവർ തന്റെ സഹോദരനെ ഗണ്ണിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ഈ ഗ്രന്ഥം. നാം മനസ്സിലാക്കേണ്ടത്, ഇദ്ദേഹത്തെ വിമർശിക്കുന്നത് ആരാണ്? അദ്ദേഹത്തിന്റെ സ്വന്തം കൂടെ പിറപ്പായ, സ്വന്തം കൂടെ ജീവിക്കുന്ന സഹോദരനാണ്. അതും പ്രസിദ്ധനായ ഹംബലി മദ്ഹബിലെ വലിയ പണ്ഡിതനായിട്ടുള്ള ഷെയ്ഖ് സുലൈമാൻ ബിൻ അബ്ദുൽ വഹാബ് എന്നവരാണ് അദ്ദേഹത്തെ സഹോദരനെ ഗണ്ണിക്കുന്നത്. ഓരോ ആശയങ്ങളെയും ഇട്ട് നിരത്തിക്കൊണ്ട് ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം വിമർശിക്കുന്നുണ്ട്, അദ്ദേഹം ഗണ്ണിക്കുന്നുണ്ട്. അപ്പൊ സ്വന്തം സഹോദരൻ പോലും തള്ളി പറഞ്ഞ ഒരാളുടെ ആശയങ്ങൾ, അദ്ദേഹത്തിന്റെ ആദർശങ്ങൾ എത്രത്തോളം മോശമായിരിക്കുമെന്ന് നാം ആലോചിച്ചാൽ മനസ്സിലാകും. അദ്ദേഹത്തെ പിന്തുടരുന്ന ആളുകൾ എത്രത്തോളം വലിയ അബദ്ധത്തിലാണ് ചെന്ന് ചാടുന്നതെന്ന് നാം ആലോചിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം പിഴച്ച ആശയങ്ങളെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.